എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികളെല്ലാം ആദികേതുവായവൻ നീയേ. ആകാശം ഭൂമികളെല്ലാം ആദികേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞാൻ ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞാൻ ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഇതുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായിട്ടൊക്കെ സ്തോത്രം. പോയ സ്ഥാനത്തും വന്ന സ്ഥാനത്തും തിരുസാന്നിധ്യം അനുഭവിപ്പാൻ സഹായിച്ചു. വാഹനത്തിലും വഴിയിലും എല്ലാം കൂടെ ഇരുന്ന് ആപത്തനത്തിൽ നിന്നെല്ലാം വിടുവിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടി തന്ന് പോഷിപ്പിച്ചു. കൊടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയപ്പാ, നന്ദി. എന്നെയും എനിക്കുള്ളതിനെയും എനിക്കുള്ളവരെയും എൻ്റെ ദേശത്തെയും എൻ്റെ ചുറ്റുപാടുകളെയും എൻ്റെ അയൽ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും കർത്താവ് പകൽക്കാലം സൂക്ഷിച്ച പരിപാലിച്ച ദൈവ സ്നേഹവും കൃപയും ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിച്ചുകൊണ്ട് അങ്ങയുടെ പാദപിടം ചാർന്ന് കടന്നു വന്നിരിക്കുകയാ. വീണ്ടും ഈ രാത്രികാലം ഞങ്ങൾക്ക് സമാധാനത്തോട് ഉറങ്ങണം, സന്തോഷത്തോട് ഉണരണം, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന വചനത്താൽ ഞങ്ങളെ ഇന്ന് വരെ നടത്തിയെങ്കിൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ സ്വർഗ്ഗം ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനവും പരിസരവും അതിരുവരമ്പ് വസ്തുവക സർവ്വസമ്പത്ത് ഗേറ്റും അതിലെ കട്ടിളക്കാല കുറുമ്പടി അടിയങ്ങളുടെ നെറ്റിമേലും കാൽവറി കുസിലെ രേറ്റത്താൽ മുദ്ര കുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ്. രേറ്റത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായ അലറിയോടുന്നു വചനമാ കർത്താവേ. ഞങ്ങളെ ഹാലേലൂയ കർത്താവേ. സംഹാരം കാണാതെ ഞങ്ങളുടെ കോട്ടകളെ മറച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവമേ ആ കാഴ്ച കണ്ടുകൊണ്ട് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിനും നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും രോഗാവസ്ഥയിലും ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് വയ്ക്കുകയാണ്. തമ്പുരാനെ കരുണ കാണിക്കണമേ, മനസ്സലിയണമേ, അത്ഭുത വിടുതലും ആശ്വാസവും കൊടുത്ത് സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണില്ല, ദുഷ്ടപിശാച് ആരെയും തുടരുതേ കർത്താവേ. എല്ലാവിധ അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാൽവരി ചകോട്ടകളിൽ മറച്ചാട്ട് സകലതും മഹത്വത്തിനായി ചെയ്താട്ട് പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.